ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു, സാമ്പിൾ പ്രോഗ്രാം പറഞ്ഞു കേട്ടോ. ലോജിക് ഗേറ്റ്. നമ്മൾ ഇത്രയേരം തുടക്കം തൊട്ട് പറയുന്നത് എന്തിട്ടാണ്? ബൈനറി ആണ് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് അല്ലെ? നമുക്ക് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ലാംഗ്വേജിൽ നമ്മളൊരു സാധനം കൊടുക്കുന്നു, അത് കൺവേർട്ട് ചെയ്തിട്ട് ബൈനറി ആക്കിയിട്ട് കമ്പ്യൂട്ടർ ബൈനറി ലാംഗ്വേജിന്റെ പ്രോസസ്സിംഗ് നടത്തിയിട്ട് നമുക്ക് റിട്ടേൺ നമ്മുടെ ലാംഗ്വേജ് തിരിച്ചു തരുന്നു. ഓക്കെ, ഞാൻ ഒരു 2+3 കൊടുത്തു. ഞാൻ ഉദ്ദേശിക്കണ ഉത്തരം എന്തായിരിക്കും? 5 ആണ്. ഈ 2 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് 00110010. ഓക്കെ, 3 എന്ന് പറയുന്നത് 00110011 ആണ്. ഈ ബൈനറിയും കൂട്ടുമ്പോ ആ കമ്പ്യൂട്ടറിന് കിട്ടേണ്ടത് 5 എന്ന ബൈനറിയാണ്. 2 എന്ന് പറയുന്നത് 00110010 ആണ്. 3 എന്ന് പറയുന്നത് 00110011 ആണ്. മറ്റേത് 10 ആയിരുന്നു. ഡെസിമൽ വാല്യൂ 51. ഞാനത് ഡെസിമൽ വാല്യൂ ആണ് കൊടുക്കുന്നത്. 50 - 2 50 ആണ് 2. ഡെസിമൽ വാല്യൂ 52 ആണ് 3. ഡെസിമൽ വാല്യൂ 53 ആണ് 5. പക്ഷെ ഇത് പ്ലസ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ ഒരു കണക്ക് വേണ്ടേ? ഇത് കിട്ടിയാലല്ലേ കമ്പ്യൂട്ടറിന് 5 ആണെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? കാരണം 2+3 5 ആണെന്നുള്ളത് നമ്മളെ മാത്സ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കണക്ക് നമ്മുടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കണക്കിട്ടാലും നമുക്കറിയാം അത് കൂട്ടി കഴിഞ്ഞാൽ, അതായത് 2ൽ നിന്ന് 3 തവണ കൂട്ടണം. അതായത് 2 കഴിഞ്ഞ പിന്നെ 3, 4, 5 അങ്ങനെ 5. പക്ഷെ കമ്പ്യൂട്ടറിന് ആലോചിക്ക്, ഈ കുറെ സ്വിച്ച് ഓൺ ഓഫും കുറെ സ്വിച്ച് ഓൺ ഓഫും, ഇതിനെ പുതിയൊരു സ്വിച്ച് ഓൺ ഓഫ് ആക്കണം. അപ്പൊ ഈ ലോജിക്ക് ഉണ്ടാക്കണ സാധനത്തിനെയാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനത്തെ ലോജിക്കുകൾ ഉണ്ടാക്കാണ്ട് ഒരിക്കലും കമ്പ്യൂട്ടറിന് കാൽക്കുലേഷൻ നടത്താൻ പറ്റില്ല. ഇനി 2x3 ആണ് തരുന്നത്. ഇതേ സിമ്പിൾ ആയിട്ടാ മാറുന്നത്. പ്ലസ് എന്നുള്ളത് ഇൻഡു ആയി തരുന്നത്. അപ്പൊ പുതിയൊരു ബൈനറി വരണം, എങ്കിലാണ് നമ്മളെ 6 പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പോകണമെന്ന് കരുതുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു പോകണ്ടേ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അത് എങ്ങനെ നടക്കണേന്ന് നിങ്ങൾ ഈ വീഡിയോ പ്ലസിലും ബൈനറിയാണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ഈ ഒരു ബൈനറി പ്ലസ് എന്ന് പറഞ്ഞ ബൈനറി ആയിട്ട് ഈ ഒരു ബൈനറി ചോദിച്ചു കഴിഞ്ഞാൽ 5 എന്ന ബൈനറിയാണ് കൊടുക്കേണ്ടതെന്ന് അവന് മനസ്സിലാവും. ഈ ഒരു ബൈനറി ഇൻഡു എന്നൊരു ബൈനറി ഇട്ടിട്ട് ഈ ഒരു ബൈനറി കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 എന്ന ബൈനറിയാണ് കൊടുക്കണേന്ന് അവന് മനസ്സിലാക്കണം, പ്രോഗ്രാം മനസ്സിലാക്കണം. ഇതും ബൈനറി ആട്ടാ, ഇൻഡു പ്ലസ് ലിജോ പറഞ്ഞ പോലെ. ഓക്കെ, എല്ലാം ബൈനറി. കാരണം ഇത് എൻഡ് ഓഫ് ദി ഡേ ആള് ബൈനറി വേൾഡ് ആണ്, ആൾക്ക് വേറെ ഒന്നും അറിയില്ല. അത് നടക്കണത് എങ്ങനെയാണെന്നൊരു ഈ ഇത് നിങ്ങൾ കാണുക. അപ്പോഴും ഞാൻ പറയൂ. അതിന്റെ അകത്ത് ഇപ്പൊ 2+3 അടിയിൽ ബൈനറി കോഡ് വന്നു, അതിന്റെ ബ്രാക്കറ്റിൽ 50. അതെന്താ സാധനം? അത് ഞാൻ ശരിക്കും പറഞ്ഞാലേ എനിക്കും നിങ്ങൾക്കും പിന്നീട്, അതായത് 50 ആണ് ഡെസിമൽ നമ്പർ കൊടുക്കുന്നത്. അതിന്റെ ആസ്കി ടെസ്റ്റ് 2 ആണ് ശരിക്കും പറഞ്ഞത്. അതായത് ഞാൻ 50 എന്ന് പറയുന്നത് 2 ആണ് എന്ന് കൊടുത്തതാ. പക്ഷെ അത് ഡെസിമൽ നമ്പർ. യെസ്. ഇനി അതിന്റെ വീഡിയോ കേട്ടോ. Transistors, and you add power to the inputs of each transistor, and then add switches to each of the gates, and allow the outputs to both flow directly to a light bulb, you have created an OR gate, which has this symbol. Turn the left switch on, or the right switch on, or even both switches on, and the light bulb turns on. If you change the wiring so that the output wire of the first transistor runs to the input wire of the second transistor, then you've created an AND gate, which has... ഇത് പറയുന്നതിന് മുന്നേ ഞാൻ വേറെ കാര്യം പറയണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് ബൈനറിയിൽ? ഓണും ഓഫും മാത്രം അല്ലെ? ഈ ഓണും ഓഫും വെച്ചിട്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഓൺ പ്ലസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താവണം? ഓൺ പ്ലസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവണം? ഓഫ് പ്ലസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? പക്ഷെ ഓൺ പ്ലസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അറ്റത്ത് വേണമെങ്കിൽ ഓഫ് ആക്കാം, വേണമെങ്കിൽ ഓൺ ആക്കാം. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാക്കാം അവിടെ.
ഇതുപോലെ ഉണ്ടാവുന്ന എല്ലാ കോമ്പിനേഷൻസും അവരെടുക്കും, എല്ലാ കോമ്പിനേഷൻസും. എന്നിട്ട് ഈ ഓരോ കോമ്പിനേഷനും അവർ ഓരോ പേര് കൊടുക്കും. ഓക്കെ, ആ പേരുകളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, അങ്ങനെ കുറെ ഗേറ്റുകളുണ്ട്. അതായത് ഈ ഗേറ്റ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആട്ടാ. ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഓൺ ഒരു സൈഡോടെ വിട്ടിട്ട് കറണ്ട് ഓഫ് അടുത്ത സൈഡോടെ വിട്ടാൽ ഇപ്പൊ 2 പ്ലഗാന്ന് കരുതുക. ആ 2 പ്ലഗും വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്തെങ്കിലും ഒരു സാധനം ഓണോ അല്ലെങ്കിൽ ഓഫായിട്ട് ഔട്ടായിട്ട് പോകും. അതായത് ഇവിടുന്ന് ഒരു ഓണും ഓഫും വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് ഓണാണ് കിട്ടേണ്ടെങ്കിൽ ഓണായിട്ട് ഔട്ട്പുട്ട് പോകും. അങ്ങനെയാണല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ബൈനറിനെ മാറ്റണല്ലോ, പുതിയൊരു ബൈനറിക്ക് മാറ്റണല്ലോ. അപ്പൊ അതിന് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? അതിനുണ്ടാകുന്ന ഡിവൈസിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവര് എക്സ്പ്ലെയിൻ ചെയ്യണത്. അതായത് ആൻഡ് ഗേറ്റും ഓർ, ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞത് ഓർ ഗേറ്റ്, അതായത് 2 ഓഫ് പോയി കഴിഞ്ഞാൽ ഓൺ ആവും തോന്നുന്നു നോക്കാൻ. If you change the wiring so that the output wire of the first transistor runs to the input wire of the second transistor, then you've created an AND gate, which has this symbol. With an AND gate, if you only turn the left switch on, then the light bulb is not on because the electricity coming from the first transistor is stopped at the second transistor. If you only turn the right switch on, the light bulb is not on because there is no electricity flowing through the first transistor to reach the input of the second transistor, so the light bulb does not turn on. Both switches must be on in an AND gate for the output to be on as well. On and off can be represented in the case of the... This is Tyler. Tyler, with Grammarly's help, is writing an email to his boss, Anita. Tyler sits just 15 feet away, though it can feel like a distance. The switches as 0 off and 1 on. Same with the light bulbs, off or on, 0 or 1. Zeros and ones are the language of computers, and they make up their own numbering system called binary. Let's start counting in our normal decimal system and make a note of any binary numbers in them, zeros in it, until we get with 100. Billions and thousands do is just to see all the numbers of 1000 back underneath them. If you'll remember, bulbs off, we only have 3, 4. When else 1 is 8 lit to find 1 in decimal. 2 is the entry. Since switches, the 2 decimal is the which 1005 binary sense on the... ഇത് ബൈനറി ടു ഡെസിമലിന്റെ ഒരു ആ കണക്ക് പറയുന്നത് ജസ്റ്റ് വേണമെങ്കിൽ light bulb itself. For instance, 1 in binary is also 1 in decimal, so we'll write that on that light bulb. 10 in binary is 2 in decimal. 100 in binary is 4 in decimal. And 1000 in binary is 8 in decimal. From here, you just have to add up the numbers on the light bulbs that are lit to find the equivalent number in decimal. The 1 light bulb is 1 plus 1 in binary equals 10, which is 2 in decimal. Since switches can also represent ones and zeros, let's put 2 switches on the left and then an adding machine in the middle to see how we can do this with the logic gates. അപ്പൊ ഈ ആഡിങ് മെഷീൻ എന്ന് പറയുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു തവണ മാത്സിലും എല്ലാ കേസിലും അങ്ങനെയാണ്, ഫസ്റ്റ് ഒരു തവണ ഉണ്ടാക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് വർക്ക് ചെയ്തോളൂ. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2+3 എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ബ്രെയിനിൽ അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ അത് കണക്ക് തെറ്റല്ലേ ഉള്ളൂ, അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ലോജിക്ക് തെറ്റല്ലേ. ആ ലോജിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, ആഡിങ് മെഷീൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. അതിൽ ഇനി ഏതൊക്കെ ഗേറ്റ് വെച്ചാലാണ് അവരുടെ ഉദ്ദേശിച്ച ആഡിങ് നടക്കുക എന്നുള്ളത് അവർ കാണിച്ചു തരും കേട്ടോ. അതായത് ഓർ ഗേറ്റ് എത്ര വെക്കണം, ആൻഡ് ഗേറ്റ് എത്ര വെക്കണം, കാരണം ആ ലോജിക്ക് എത്തണം. ഏത് ബൈനറി ഇട്ട് കൊടുത്താലും അപ്പുറത്ത് അതിന്റെ ആഡിങ് എന്ന ബൈനറി എത്താൻ വേണ്ടിയുള്ള ഒരു ലോജിക് ഗേറ്റിന് വേണ്ടി ഈ ആഡിങ് മെഷീൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടാ. We made earlier. This adding machine is called a full adder because it's made up of 2 half adders, and we'll see why in just a minute. Now, inside the half adder, it's easy to hook up the switches to the left light bulb. All we have to do is use an AND gate. Both switches then have to be on for the left light bulb to be on. Now, to turn on the right light bulb, we'll use what's called an exclusive OR gate, which is represented by the letters XOR.
The exclusive OR gate acts just the way you would expect. Either one switch or the other switch has to be on exclusively for the output to be on as well. If both switches are on, or if both switches are off, the output will be off. Now, what makes up this exclusive OR gate? എന്താ ലിജോ? ഹലോ, ആരാ? ഈ അടിയിലത്തെ പറഞ്ഞോ. അടിയിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോ മറ്റേ ഇത് ഇത് ചെയ്യോ? ഈ രണ്ടിനും ഓക്കെയാണ്. അതായത് എല്ലാത്തിന്റെയും ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്നത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോ ഇന്നത് വർക്ക് ചെയ്യുമെന്നല്ല ആക്ച്വലി പറഞ്ഞാൽ ഈ ലോജിക്കിലേക്ക് എത്തണം. അതായത് ഞാൻ 00110010 കൊടുത്ത് 00110011 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈനറി കിട്ടാൻ എനിക്കൊരു ലോജിക്ക് ഉണ്ടാകും. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ 0 കൂട്ടി കഴിഞ്ഞാൽ 0 എന്ന് ഞാൻ പറഞ്ഞു. ഈ 0 കൂട്ടി കഴിഞ്ഞാൽ 0 തന്നെ. 1 വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 1 ഇടാൻ പറഞ്ഞു. 1 വന്നാൽ 1 ഇടാൻ പറഞ്ഞു. 0 ഉള്ളിടത്ത് 0. പക്ഷെ 0 1 ഉള്ളിടത്ത് എന്ത് ഇടണേന്ന് എനിക്ക് അറിയില്ലായിരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടെ ലാസ്റ്റത്തെ 0 ആണ്, ഇവിടുത്തെ ലാസ്റ്റത്തെ 1 ആണ്. ഇതിന്റെ ഉത്തരം 1 കിട്ടണം. അപ്പൊ ഇത് ഡിപ്പെൻസ് ആണ് ആക്ച്വലി പറഞ്ഞാൽ. അതായത് ഇങ്ങനെ ഒരു പുതിയൊരു കണക്കുണ്ടാക്കാണ്. ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ അതിപ്പോ കണക്കല്ലല്ലോ, ഒരു ഫംഗ്ഷൻ അല്ലേ? ആക്ച്വലി ഫംഗ്ഷൻ എന്ന് പറയാം. ആ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇതിപ്പോ ഇലക്ട്രിക് സിസ്റ്റം ആണല്ലോ. ഇലക്ട്രിക് സിസ്റ്റത്തിൽ ഫംഗ്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഓണും ഓഫിന്റെ ഫംഗ്ഷൻ നടക്കണത് അല്ലേ? അപ്പൊ അതിന് നമ്മള് കണക്ക് നമുക്ക് കൂട്ടാൻ പറ്റും, കമ്പ്യൂട്ടറിന് കൂട്ടാൻ പറ്റില്ല. അപ്പൊ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഓരോ സ്വിച്ചുകൾ ഉണ്ടാക്കും. സ്വിച്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കറണ്ട് ഔട്ടിക്ക് വരണം എന്നുള്ള സ്വിച്ചുകൾ ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനത്തെ 2-3 സ്വിച്ചുകൾ വെച്ചിട്ട് ഈ അഡീഷന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് മൈനസിന് വേറെ ഫംഗ്ഷൻ ഉണ്ടാക്കും, മൾട്ടിപ്ലിക്കേഷന് വേറെ ഫംഗ്ഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ വെറുതെ നമ്മളിങ്ങനെ 2+3 ഒക്കെ കൊടുക്കുമ്പോൾ ബാക്കില് ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിന്റെ ഉള്ള ഉത്തരം ഇവിടെ വന്ന് തരും ആള്. അപ്പൊ ഹാഫ് ആഡർ എന്ന് പറഞ്ഞോ, അതിലാണ് നമ്മൾ എന്നിട്ട് ആഡ് ചെയ്യണേ? ഹാഫ് ആഡറിന്റെ ഉള്ളിലും ഈ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഈ XOR എന്ന് പറയുന്നത് ഓക്കെ, ഇത് ആൻഡ് ഗേറ്റ് ഇട്ടാ. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. 2 ഓഫ് കൊടുത്താൽ ഒരു ഓഫ് വരണം, ഒരു ഓഫും ഒരു ഓണും കൊടുത്താൽ ഒരു ഓഫ് വരണം, ഓണും ഓഫും കൊടുത്താൽ ഓഫ് വരണം, ഓണും കൊടുത്താൽ ഓൺ വരണം. അതായത് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നിനും ഒരു പേര് കൊടുത്തിട്ട് ഈ ഇങ്ങനെ ഒരു ഇലക്ട്രിക് സിസ്റ്റം ഉണ്ടാക്കി. അതിൽ 2 ഓഫാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ആയിരിക്കും, ഏത് ഔട്ട്പുട്ട് ഓഫ് ആയിരിക്കും. ഒരു ഓണും ഒരു ഓഫ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ആയിരിക്കും. ഒരു ഓണും ഒരു ഓഫ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഓഫ്. 2 ഓൺ ആണെങ്കിലും ഓൺ ആയിരിക്കും, ഇവിടെ ഓൺ ആയിട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ അവരൊരു ഓർ ഗേറ്റ് ഉണ്ടാക്കി. ചെറിയൊരു മാറ്റം ഉണ്ടാവും. നോക്കിക്കോ, ഓഫും ഓഫാണ്, ഇവിടെ ഓഫാണ്, ഇവിടെയും ഓഫാണ്. പറഞ്ഞോ. ഇത് എവിടെന്നാണ് ഈ എ ബി ഇത് കൊടുക്കുന്നത്? ഒരു 2 വിങ്ങായിട്ട് കാണിക്കുന്നത്. അതെ. എന്നിട്ടാണ് അത് എവിടെന്നാന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. കമാൻഡ് കൊടുക്കുന്നുണ്ട് 100110 എന്നുള്ളത്. ഇത് ഒരു ബൈറ്റിനെയാണോ ഇത്? ബൈറ്റിന് ഒരു ബിറ്റിന് ഒരു ബിറ്റുമേ കളിയാക്കണം. ബൈറ്റ് എന്ന് പറയാനില്ല. ഈ 2 സാധനം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ട എത്രയാ? 001100110011001100.
ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടേണ്ടത് കേട്ടാ. ഇത് എന്നിട്ടാണ് അഡീഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഫസ്റ്റത്തെ ഇവിടെ ഒരു പൂജ്യമാണ്, ഫസ്റ്റത്തെ ഇവിടെ പൂജ്യമാണ്. ഈ 2 പൂജ്യം വരുമ്പോ എനിക്ക് ഇവിടുത്തെ ഫസ്റ്റ് എന്ത് വരണം? 0 വരണം. ഇവിടുത്തെ സെക്കൻഡ് 0, ഇവിടുത്തെ സെക്കൻഡ് 0, എനിക്ക് ഇവിടെ 0 കിട്ടണം. ഇവിടുത്തെ തേർഡ് 3 അല്ല 1, ഇവിടുത്തെ തേർഡ് 1, ഇവിടെ 1 കിട്ടണം. ഈ പറയുന്ന ഇതില്ലേ, ഇതെന്തിട്ടാ ഓഫ്, ഇത് ഓഫ്, ഇതെന്തിട്ടാണ് ഔട്ട്പുട്ട്. 2 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ഔട്ട്പുട്ട് കിട്ടണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ല ആൻഡ് ഗേറ്റും ഒരു ആൻഡ് ഗേറ്റ് ഒക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഗേറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു ലോജിക് ഉണ്ടാക്കിയാലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ആൻഡ് ഗേറ്റ് ഇട്ടിട്ട് നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റില്ല. അല്ല ആൻഡ് ഗേറ്റ് അല്ല, ഇതിപ്പോ ഞാൻ പറയട്ടെ, 0 ആകുമ്പോ എന്ത് വേണം? അതൊക്കെ ആൻഡ് 0 1 ആണെങ്കിൽ 0 or 1, അപ്പൊ 1 അത് ഓണോ ഓഫോ, അപ്പൊ അങ്ങനെയല്ലേ വരാ? അത് ഡിപ്പെൻസ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ നമ്മുടെ വിൻഡോസ് ഞാൻ അതായത് ഇപ്പൊ ഈ ആൻഡ് ഗേറ്റ് ഈ 0 എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അത് നമുക്കല്ല അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് അത് 1ഉം 2ഉം അല്ലേ? അല്ല, കമ്പ്യൂട്ടറിനാണ് 0 ബൈനറി, നമുക്കാണ് ഉത്തരം. അതെ, പക്ഷെ അത് എന്നാലും കമ്പ്യൂട്ടറിന്റെ അത് മറ്റേ അതിന് ഉണ്ടാവുമല്ല. അങ്ങനെയാലും അത് മറ്റേ മാറി 6 ആയിട്ടൊക്കെ വരുന്നേ, അല്ല 5 ഒക്കെ ആയിട്ട് വരുന്നേ. ഓക്കെ, നീ പറയണത് ഈ സാധനം ശരിക്കും പറഞ്ഞ കമ്പ്യൂട്ടറിന് 5 അല്ലേ എന്നാ? അല്ല അവൻ പറഞ്ഞോ, അല്ല സോറി, ഇത് കമ്പ്യൂട്ടറിന് ഓൾറെഡി അതിൽ ഉണ്ടാവുമല്ലോ, നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതന്നെ പ്രോഗ്രാം എഴുതുമ്പോ അല്ലല്ലല്ലല്ലല്ല. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിന് ഉണ്ടാവും എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഞാൻ ഈ ബൈനറി ആണ് അടിക്കണേന്ന് കരുത്. അതായത് ബൈനറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ഓഫും 2 ഓണും 2 ഓഫും 1 ഓണും 1 ഓഫ് അടിക്കണേന്നുണ്ടെങ്കിൽ ഇത് 2 ആണെന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് 2 ആണെന്ന് അറിഞ്ഞാലും കമ്പ്യൂട്ടറിന് 2 വെച്ച് കൂട്ടാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് ഈ കണക്ക് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. ഏത് ഓൺ ഓഫും മാത്രം പറ്റുള്ളൂ. 2 ആണെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാന്ന് അറിയോ? OS പറയണ്, എടാ നീ ലൈറ്റ് 2 കാണിക്കി. നമ്മള് കാരണം വെച്ചാൽ ഉപയോഗിക്കണവൻ ഇംഗ്ലീഷ് അറിയണം, അതായത് നമ്മളെ ലാംഗ്വേജ് അവന് ബൈനറി അറിയില്ല, അവന് മനസ്സിലാവുന്ന ഭാഷ 2 ആണ്. അപ്പൊ 2 കാണിക്കാൻ വേണ്ടിട്ട് ലൈറ്റ് കത്തിക്കാൻ പറയും. ഒരിക്കലും 2ഉം 3ഉം കമ്പ്യൂട്ടർ കൂട്ടാൻ പറ്റില്ല. കാരണം 2 എന്ന് പറഞ്ഞാൽ ഈ 2ഉം 3ഉം ഇപ്പൊ OS-ന് അതെന്താ സംഭവം അറിയാലോ? അറിയാം. അപ്പൊ നമ്മൾ ഈ മറ്റേ ലോജിക് ഗേറ്റില് 2ഉം 3ഉം ഒന്നും കയറ്റേണ്ട ആവശ്യമില്ല. അഡീഷൻ എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ നമുക്ക് അതില് ഇത് മതിയാവില്ലേ? ഇല്ല, പറ്റില്ല. കാരണം 2ഉം 3ഉം എന്താന്ന് അറിയാന്ന് പറഞ്ഞാലേ ഈ പടം അറിയാം, പടം. ഈ 2, 3 അതാണ് ഞാൻ തുടക്കം തന്നെ നമ്മുടെ ഇതിൽ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന എ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പടമാണ്. ഇത് എ ആണെന്ന് പറയുമ്പോഴാണ് നിനക്ക് അതിനെ എയും ബിയും ചേർത്തിട്ട് ഇപ്പൊ എൻ എന്ന് പറഞ്ഞ ആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തില് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കണ ലോജിക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത് ആൻ ആവണം. അതായത് ബ്രെയിനിന്റെ ഉള്ളിൽ കിടക്കണ ഫങ്ഷണാലിറ്റിയില് നമ്മൾ ആ 2 ശബ്ദത്തിന് ചേർത്തിട്ട് ആ ഫങ്ഷണാലിറ്റിയും ബ്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ ഐ സ്പേസ് ആം ഉണ്ണിന്ന് അടിച്ചു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിപ്പോ നീ ഇപ്പൊ ചെറിയൊരു പയ്യനാന്ന് കരുത്. നിന്നോട് ഐ എന്ന് പറയുന്നത് ഐ ആണ്, ഈ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഐ ആണെന്ന് നിന്റെ ഈ പടത്തിന്റെ പേര് ഐ എന്ന് പറഞ്ഞ പേരാണെന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കാണ്. ഓക്കെ, ഇത് ഇങ്ങനെ പഠിച്ച് പിന്നീട് അവർ പറഞ്ഞു 2 ശബ്ദങ്ങൾ കൂടി ചേർത്താൽ മതി. അപ്പൊ AM ആം എന്നാണ്. ഇനി ആമിന് നിനക്കൊരു അർത്ഥം എവിടെ കിടക്കണം? നിന്റെ ബ്രെയിനിൽ കിടക്കണേ. ആം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കിടക്കുന്നത് ബ്രെയിനിലാണ്. അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ നീ ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ ആം കാണുമ്പോ ആം ആവണമെന്നില്ല. അതും ക്ലിയർ അല്ല അല്ലേ? വേറെ രീതിയിൽ പറയണം. നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ ലോജിക് ഗേറ്റിൽ മൊത്തത്തിൽ കയറ്റേണ്ടി വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ പറ അതായത് റോണല്ലേ, ഈ സംഭവം നീ കമ്പ്യൂട്ടറിൽ കയറ്റേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ വിൻഡോസ് സിസ്റ്റം അല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് റീഡ് ചെയ്തിട്ട് നിനക്ക് പറഞ്ഞ രീതിയിൽ ആക്കി തരും.
അത് റീഡ് ചെയ്യുന്നത് ഈ ബൈനറിയുടെ കോഡാണ് 0101 ഈ സാധനമാണ് അവർ റീഡ് ചെയ്യുക. 2 അല്ലെങ്കിൽ 3 കമ്പ്യൂട്ടറിന് തിരിച്ചറിയാം. നമ്മൾ 2 കൊടുക്കുമ്പോൾ ഈ ബൈനറിയിലുള്ള സാധനമാണ് വന്നേക്കുന്നത്. അത് 2 കമ്പ്യൂട്ടറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരിച്ചറിഞ്ഞിട്ടാണ് അത് അഡീഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ബൈനറി കൂടി കൂട്ടി നമുക്ക് ഉത്തരം തരുന്നത്. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയും പറയാം, അതായത് നീ ഇപ്പൊ കീബോർഡിൽ അടിച്ചു കൊടുക്കുന്ന 2നും 3നും കമ്പ്യൂട്ടറിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആള് ഇതായിട്ടാ. എന്നിട്ട് എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് 6 എന്ന് പറഞ്ഞ ഉത്തരം അല്ല 6 ശരിക്കും പറഞ്ഞാൽ 6ന്റെ ബൈനറി ആൾക്ക് കിട്ടി. ഈ സാധനം കിട്ടിയ ആൾക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്യണത് 6 ഡിസ്പ്ലേ ചെയ്യും. ഇത്രയും ആൾക്കറിയുള്ളൂ. അതായത് കിട്ടുന്നത് എന്തിട്ടാന്ന് അറിയാം, കൊടുക്കണത് എന്തിട്ടാ കൺവേർട്ട് ചെയ്യാൻ അറിയാം. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള പ്രോസസ്സിങ് നടക്കണമെങ്കിൽ ഈ സാധനം തന്നെ കൊടുക്കുന്നത്. അതിനാണ് അവര് ഗേറ്റുകൾ വെച്ചാണ്. ഈ അഡീഷൻ എന്ന് പറയുമ്പോ അതിന് സെപ്പറേറ്റ് ഗേറ്റ് ഉണ്ടാകും. ചിലപ്പോ ഡിവിഷൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഗേറ്റ് ഉണ്ടാവും. ഈ പൂജ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കമാൻഡ് അവിടെ കൊടുക്കും. അഡീഷൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. B C D E E F G H A எங்க இருக்கு சொல்லுங்க. ஏ எங்க இருக்கு? ஏ எங்க இருக்கு? எங்க இருக்கு? ஏ எங்கடா இருக்கு? பி எங்க இருக்கு? சி எங்க இருக்கு? சி எங்க இருக்கு? റോണൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അറിയാം പറഞ്ഞ മനസ്സിലായി. മൂപ്പർക്ക് എല്ലാം അറിയാം. പക്ഷെ നമ്മള് വീണ്ടും പറഞ്ഞാലേ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ. നമ്മൾ പോകും. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളോട് ഒരു അതായത് ഇപ്പൊ ഈ കൊച്ചിനെ പഠിപ്പിക്കുന്ന പോലെ നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെയാണ് അവസ്ഥ. ഓരോ പടത്തിനാണ് എ ആയിട്ടും ബി ആയിട്ടും മനസ്സിലാക്കണത്. പിന്നെ ഈ എയും ബിയും വെച്ചിട്ട് വേർഡ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ലോജിക്ക് അറിയണം നമ്മള്. അല്ലെങ്കിൽ നമ്പർ ആദ്യം തന്നെ ആ പടമാണ് പഠിക്കണം. ആ പടം അതായത് 1 എന്ന് പറഞ്ഞ ഒരു പടമാണല്ലോ. ഈ പടം പഠിച്ചിട്ട് ഇനി 1നും 2നും കൂട്ടണമെങ്കിൽ അതിന്റെ ലോജിക്ക് പഠിച്ചാൽ മാത്രമേ 1 2 കൂട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതായത് കമ്പ്യൂട്ടറിന്റെ സെയിം അവസ്ഥ. ആൻഡും ഓറും മനസ്സിലായി. അത് രണ്ടും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വേണ്ടി യൂസ് ചെയ്യണ പോലെ ഫീൽ ചെയ്യണത്. ഇത് രണ്ടും അല്ലാത്ത വേറെ ഗേറ്റുകൾ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ അപ്പൊ ക്ലിയർ ആയി. അതെ, അത് ഉറപ്പായിരിക്കും. പല അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ആ ലോജിക്ക് വർക്ക്ഔട്ട് ആവണ വരെ ഏതൊക്കെ ഗേറ്റ് ഉപയോഗിക്കണം ആ ഗേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിനക്ക് ആ ലോജിക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോ ഒരു ഉദാഹരണത്തിന് അഡീഷണൽ ചിലപ്പോ ഞാൻ ആൻഡും ഓറും ഒരു നോറും ഒരു എക്സ്ക്ലൂസീവ് നോർ ഉപയോഗിക്കേണ്ട വരുന്നുണ്ടെങ്കിൽ ഈ 4 സാധനം ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ലോജിക്ക് ഉണ്ടാക്കും. അതായത് ഇപ്പൊ ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഒരു പിക്ചർ ഉണ്ടാവും. എന്നിട്ട് ആ പിക്ചർ നമ്മളിപ്പോ പ്ലാൻ വരച്ചിട്ട് പ്ലാൻ പോലെ ആക്കണല്ലോ. അത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്തോളും. അതിപ്പോ കാണാം. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഇത് പറഞ്ഞുതരാം. ആൻഡ് എന്ന് പറഞ്ഞ ഗേറ്റിൽ 0 0 കൊടുത്ത 0 ആണ്. ഓർ എന്ന ഗേറ്റിൽ 0 0 കൊടുത്ത 0 തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചാൽ നടക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 0 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ 1 0 ഇവിടെ വന്നാൽ ഇവിടെ 1 ആണ്. ഈ 1 എന്ന് പറയുന്നത് ഓൺ ഓഫ് ആയിട്ടാ പറയണത്, കൺഫ്യൂസ് ആവരുതേ. ഓക്കെ, നാൻഡ് ഗേറ്റില് അതായത് ഒരു ഓണും ഓഫും കൊടുത്താൽ കിട്ടാവുന്ന എല്ലാ വെറൈറ്റി ഗേറ്റുകളും ഉണ്ടാവും. എല്ലാ വെറൈറ്റി. ഓക്കെ, ഈ 4 കോമ്പിനേഷന്റെ എല്ലാ വെറൈറ്റികളും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് കൂടാഞ്ഞിട്ട് ലാസ്റ്റ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഏത് ജസ്റ്റ് ഒറ്റ ഗേറ്റ് ഒരെണ്ണം ഓൺ കൊടുത്താൽ ഓഫ് പോണം. പറഞ്ഞോ. കേക്കാം. അതെ, ഈ ഗേറ്റിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ശരിയാവുന്നത്. ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോ തീരുമാനിച്ചിട്ട്, അതായത് അടുത്തേക്ക് കയറ്റേണ്ടതാണ്. 1 ആക്കണോ 0 ആക്കണോ, അതാണ് ഗേറ്റിന്റെ പർപ്പസ്. അതെ, അത്രേ ഉള്ളൂ. അവിടെ ലിജു ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ നിനക്ക്? കേക്കാം. ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഡിങ്ങിന് വേണ്ടി ഇവരുണ്ടാക്കിയ ലോജിക്ക് കാണാട്ടോ. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി.
ഹാഫ് ആഡർ എന്ന് പറയുന്നത് ഇവര് ഒരു ഓർ ഗേറ്റും ഒരു എക്സ് ഓർ ഗേറ്റും ഒരു നാൻഡ് ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും വെച്ചിട്ട് അടിയിൽ ഒരു ആൻഡ് ഗേറ്റും വെച്ചാണ് ഹാഫ് ആഡർ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പം ഒരു ഹാഫ് ആഡറും കൂടി പിന്നെ ഒരു ഓർ ഗേറ്റും കൂടി വെച്ച് കഴിഞ്ഞാലാണ് അഡീഷൻ എന്നൊരു ലോജിക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇത് നിങ്ങൾ ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ലോജിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. ഓരോന്ന് നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറയുന്നത് നിങ്ങളോട് ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ സയന്റിസ്റ്റുകൾ ആലോചിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഗേറ്റ് ആണ്. ഈ സാധനത്തിൽ മാറ്റമില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഒരു ഓറും ഒരു എക്സോറും ഒരു നാൻഡും ഒരു ആൻഡും ഉള്ള ഹാഫ് ആഡർ രണ്ടെണ്ണവും ഒരു ഓറും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയാം അഡീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നു. ഇതിലാണ് ലോകം നടക്കുന്നത്. ആക്ച്വലി ഈ സാധനം ഉണ്ടാക്കാൻ ചിലപ്പോ അവൻ ഒരു 4 കൊല്ലം എടുത്തുണ്ടാവും. ഉപയോഗിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം ഈ ലോജിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. ഏതൊരു കണക്ക് ഇന്നത്തെ ലോകത്ത് എപ്പോഴും ഈ ബൈനറി എന്ന ലാംഗ്വേജ് കാരണം നമ്മളിപ്പോ എളുപ്പത്തിൽ അങ്ങനെ ചാറ്റൊക്കെ ചെയ്യണ്ടേ. ഈ ബൈനറി കണ്ടെത്താൻ ചിലപ്പോ ഒരു 10 കൊല്ലം എടുത്തുണ്ടാവും. കാരണം അത് പുതിയൊരു ലാംഗ്വേജ് ആണ്. പുതിയൊരു ലാംഗ്വേജ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതും അതിന് ഉള്ള കപ്പാസിറ്റി വെച്ചിട്ട് ഉണ്ടാക്കണം. കാരണം അതിന് ഓണും ഓഫും മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഓക്കെ, അതുപോലെ മൾട്ടിപ്ലിക്കേഷന് വേറെ ഗേറ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോരോ ഗേറ്റ്. ഈ ഗേറ്റിന്റെ ലോജിക്ക് ഇവര് ശരിക്കും പറഞ്ഞാൽ ഡോമിനോസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ആൾക്കാർക്ക് ഇപ്പൊ ഈ ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കാൻ പറയണ്ട, അതേ ഫംഗ്ഷനാലിറ്റി നിങ്ങളോട് ഞാൻ ഒരു കാർഡ് വെച്ച് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷെ ഇങ്ങേര് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാർഡുകൾ വെച്ചിട്ട് ഇത് ഹാഫ് ആഡർ ആണെന്ന് തോന്നുന്നുണ്ടോ ആൾ എന്നിട്ട് പറയണോട്ടെ. So I'm putting the last 2 dominoes in over here. It's a monster, man. It really, well, this bit's interesting because this chain splits off and all it does is zigzag backwards and forwards for a while. And the reason I had... ഇതാണ് ഒരു ഇൻപുട്ട്, ഇത് അടുത്ത ഇൻപുട്ട്, ഇതൊരു ഇൻപുട്ട്, ഇതൊരു ഇൻപുട്ട്, ഇത് 2 ഔട്ട്പുട്ട്. ആള് 2 ഔട്ട്പുട്ട് ആള് നോക്കണം കേട്ടോ. ആള് ഈ പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഷേപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ. അതേ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ ഇതേ ഷേപ്പ് തന്നെ ഉണ്ടാക്കണം. അത് ആള് ആലോചിച്ച് ഉണ്ടാക്കിയതാണ്, നമുക്ക് വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇനി ആള് വർക്ക് ചെയ്ത് കാണിച്ചു തരും. ഒരു മിനിറ്റ്. പക്ഷെ വർക്കിംഗ് നോക്കിക്കോളൂ, വർക്കിംഗ് സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. അതായത് ഒരു ഓണും ഒരു ഓഫും കൊടുത്തന്നെ ആൾക്ക് ഒരു റിസൾട്ട് പ്ലാൻ ഉണ്ട്, ആ റിസൾട്ടിലേക്ക് എത്തണം. I just bump this input. Oh, first of all, if I bump none of the inputs, perfect. If I just bump this input, it will come in here, goes into the fork, goes across the exclusive OR, comes out the other side. This waste signal just comes back and out, that doesn't matter. Goes around here, goes around there, and then it goes out the unit's output. So that means that one input was bumped. If I bump this one, now this is where it gets slightly more complicated. Here it splits. And then one signal goes through the exclusive OR all the way through, out the other side, comes around, comes here, splits, goes out the unit's output. Also, it blocks these. So this fork, so this one stops this chain. Meanwhile, the other signal's coming along here, it gets to here and it's stopped. So either one by itself, only that output falls over. If I bump them together, well, this one splits again, that one goes that way. This one's coming in, they collide in the middle and stop. This one falls over, but that one doesn't, and counts how many of these dominoes I bumped. This is a circuit. I want to know how to use mine. People go, you know what, I do it with the computer. Right down at the very bottom, this is the app that can make decisions. That won't move. Here we go, ready? ഇതാൾ ടച്ച് ചെയ്തില്ല കേട്ടോ, ഇപ്പുറത്തെ മാത്രം ടച്ച് ചെയ്തോളൂ. അതായത് ഒരു ഓഫും ഒരു ഓണും കൊടുത്തിട്ട് ഒരു ഓണും ഒരു ഓഫും ഔട്ട്പുട്ട് ഉണ്ടാക്കിയ ആള്. The system works, look at that! So it was able to stop this one from coming through. The exclusive OR worked perfectly. This came through without being stopped. Went out. There's our unit's output. This one didn't move. If all you saw was this,
you would know that back here I only bumped one input, not two. റോണല് ഇപ്പൊ ചെറിയൊരു കൺസെപ്റ്റ് പിടികിട്ടിയാ? അതായത് ഈ ലോജിക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിനക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാം കാർഡ്. ഇതിപ്പോ ആള് കാണിച്ചത് കാർഡായിട്ട്, പക്ഷെ കറണ്ടിന്റെ കേസിലാകുമ്പോ നമുക്ക് ഉള്ളത് ഗേറ്റുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ഗേറ്റുകൾ വെച്ചിട്ട് ഏത് 1 വരണം ഏത് 0 വരണം എന്നുള്ളതിന്റെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ആലോചിച്ചിട്ട് അവസാനം ഏത് നമ്പർ ഇട്ട് കൊടുത്താലും എനിക്ക് ഉത്തരം കിട്ടണം. അത് കണ്ടെത്തി കഴിഞ്ഞപ്പോ അതിനെയാണ് ഈ ഞാൻ പറഞ്ഞ ഈ ഹാഫ് ആഡറും ഫുൾ ആഡറൊക്കെ വെച്ചിട്ട് അവർ ചെയ്തെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇത് നിർത്താം. 1 o'clock. വല്ല ഡൗട്ട് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ സെഷൻ ഒന്ന് ബാക്കോട്ട് എടുക്കാം. പറഞ്ഞോ, കേട്ടില്ല, ക്ലിയർ ആയില്ല. ഹാഫ് ആഡറും ഫുൾ ആഡറിന്റെ സംഭവം അത് എന്താ വ്യത്യാസം ഉണ്ടല്ലോ ഹാഫ് ആഡറും ഫുൾ ആഡറും? അതുണ്ടാവണം, നോക്കട്ടെ. ഹാഫ് ആഡർ ഫുൾ ആഡർ, ഈ ഹാഫ് ആഡറും ഫുൾ ആഡർ എന്നൊക്കെ പറഞ്ഞാൽ ലോജിക് ഗേറ്റിന്റെ സംഭവം അല്ലേ? ലോജിക് ഗേറ്റിന്റെ സംഭവം തന്നെയാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താ? ഇതാണ് ഹാഫ് ആഡർ, അതായത് എയും ബിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ റോണല്ലേ, എയും ബിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ആഡർ, പിന്നെ ക്യാരി ഉണ്ട്. ഫുൾ ആഡർ എന്ന് പറയുമ്പോ കൂടുതൽ ഗേറ്റുകൾ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതിന്റെ ഉപയോഗം ആസ് പെർ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും. ഈ ഹാഫ് ആഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ വിത്തൗട്ട് എന്താ പറയാ ക്യാരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ക്യാരി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമ്മള് 2 നമ്പറൊക്കെ അതായത് 19 അതന്നെ 29 കൂട്ടുമ്പോ ഈ നമ്മൾ എന്തൊരു കൂട്ടാം, 9 കൂട്ടിയിട്ട് എത്ര കിട്ടും? 18 കിട്ടും. എന്നിട്ട് ഈ 8 കഴിഞ്ഞിട്ട് ബാക്കി 1 ക്യാരി ഫോർവേഡ് എന്ന് പറയാം. എവിടേക്ക്? ഇതിന്റെ എവിടേക്ക്? അങ്ങനെ 1 കൂട്ടിയിട്ട് 1 1 2 2 4 അങ്ങനെയുള്ള 48 കിട്ടണം. റോണല ഈ 9 അടിയിലെ 9 കൂട്ടുമ്പോഴേ നമുക്ക് എത്ര കിട്ടണം? 18 കിട്ടും. അതിൽ നമ്മൾ 8 മനസ്സിലായി. അതിന്റെ ഒന്നെടുത്ത് മേലേക്ക് ക്യാരി ചെയ്തോണ്ട് അതിനെ ക്യാരി എന്ന് പറയുന്നത്. ക്യാരി എന്നുള്ളത് ഇവരുടെ കൺസെപ്റ്റില് എനിക്ക് തോന്നുന്നു ആ ക്യാരി ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ അടിയിൽ ഒരു സാധനം കൊണ്ടുവന്നത്. അപ്പൊ ചിലപ്പോ ഒരു ഫുൾ ആഡറും ഒരു ഹാഫ് ആഡറും ഉണ്ടെങ്കിലാണ് അഡീഷൻ വർക്ക് ചെയ്യുള്ളൂ ചിലപ്പോ. ഇതിന്റെ എക്സാക്ട് റോണില ഇതില് നമ്മൾ ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഹയർ ലെവൽ പഠിച്ചാൽ മതിയാവും. കാരണം നമ്മള് അല്ലെങ്കിൽ നമ്മളിപ്പോ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ കുറിച്ച് കൂടുതൽ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടവരാണ്. പക്ഷെ ഇത് നിനക്ക് ഇപ്പൊ ഇത്രയും കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനും പറ്റും, എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി.